നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ, നിങ്ങളുടെ വ്യക്തിയുടെയും ആ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ്സും ടൈംലെസ്സുമാണ്. നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തുവാനും ആ വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നത്തിലുള്ള പരിഹാരങ്ങൾക്കായിട്ടും വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ വന്നിരിക്കുന്ന കാർഡ്സൊക്കെ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം വന്നിരിക്കുന്ന കാർഡ്സ് 3 of Cups, 2 of Pentacles, 3 of Swords, the Emperor, 2 of Cups, 4 of Cups, the Devil card, King of Pentacles, 10 of Pentacles, Justice card, Page of Wands, bottom of the deck ആയിട്ട് വന്നിരിക്കുന്ന 7 of Pentacles, the Tower card, 3 of Swords, the World card, Sun card, 7 of Swords, 6 of Wands, the Lovers card, bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് 9 of Wands ആണ്. ഇതിൽ 3 of Swordsൻ്റെ എനർജി 2 തവണ വന്നിട്ടുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളെന്ന വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും ഉണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധമാണ് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും കടങ്ങളും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അതിലൊന്നും ബോധേഡ് ആയിരുന്നില്ല. കാരണം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ട്ണർ ഉണ്ടല്ലോ എന്ന വിശ്വാസത്തിലും സന്തോഷത്തിലുമായിരുന്നു നിങ്ങൾ ഇത്രയും കാലം. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് അറിയില്ല. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ബ്രേക്കപ്പ് ചെയ്തപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ബാക്കി പ്രശ്നങ്ങൾ പോലും വലിയൊരു കാര്യമായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ പോലും തോന്നാത്ത ഒരു മോശമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു നിമിഷം തന്നെ ഇല്ലാണ്ടാക്കിയത് ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ്, നിങ്ങളുടെ വ്യക്തിയും ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് എന്ന് തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന ആ ഒരു തേർഡ് പേഴ്സണെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിയെടുത്ത് ചിലപ്പോൾ സംശയമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം ഈ ഒരു പേഴ്സണിന് നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നോട്ടവും സംസാരവും നിങ്ങളുടെ അടുത്തുള്ള, അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള നോട്ടമാണെങ്കിലും സംസാരമാണെങ്കിലും അത്ര ശരിയല്ല, സൂക്ഷിക്കണം എന്നൊക്കെ നിങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയും ആ ഒരു പേഴ്സണും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള സംസാരത്തിൽ പോലും നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ ചൊല്ലി വഴക്കുണ്ടായിട്ടുണ്ടാവാം. ഇതൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ശരിക്കും ആലോചിച്ച് നിങ്ങളുടെ സമയമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിങ്ങളുടെ
നിങ്ങൾക്ക് വരുന്ന ഓരോരോ അവസരങ്ങളാണെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളതാണെങ്കിലും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ തേടി മറ്റൊരു ബന്ധം വരുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റൊരു ബന്ധം വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിപ്പോൾ കാണാനും കേൾക്കാനും ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല. മറ്റൊരു ബന്ധത്തിൽ തുടരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ആലോചിച്ചിരുന്ന് വളരെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അത് സ്നേഹബന്ധമാണെങ്കിലും നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നഷ്ടപ്പെട്ട ഈ ഒരു വ്യക്തിയുമായിട്ട് നഷ്ടപ്പെട്ട ആ ഒരു സന്തോഷത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെങ്കിലും ആലോചിച്ച് നിരാശപ്പെട്ടിരുന്ന് ദുഃഖിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം ഒരു സന്തോഷം ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവുകയില്ല. നിങ്ങൾ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞത് നിങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലാവുകയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് മിക്കപ്പോഴും വരുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണ്. എന്നിരുന്നാൽ പോലും നിങ്ങൾ കരുതിയിരുന്നത് അത് നിങ്ങളുടെ മനസ്സിലിരുന്ന് അത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ അല്ല, നേരെ മറിച്ച് നിങ്ങൾക്കുണ്ടായ ഭയമാണ് ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നിങ്ങൾ കരുതിയിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ അടുത്ത് എന്താണോ പറഞ്ഞത് അതായിരുന്നു ശരി. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ശരിക്കും ചീറ്റ് ചെയ്യുക തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇനി അത് കണ്ടിരിക്കുന്ന ഒരു എനർജി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയാൻ നിങ്ങളുമായിട്ട് കല്യാണം ഉറപ്പിച്ച വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആകാം. അവർക്കൊരു കുടുംബം ഉള്ളൊരു വ്യക്തിയാണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരിപ്പോൾ ഈ ഒരു കുടുംബത്തിനെ തന്നെ മറന്ന് കുടുംബത്തിൻ്റെ അടുത്ത് നീതി കാണിക്കുന്നത്, അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാനിരുന്ന സ്ത്രീയുടെ അടുത്താണെങ്കിലോ പുരുഷൻ്റെ അടുത്താണെങ്കിലോ അവർ നീതി പുലർത്താതെ ഈ ഒരു തേർഡ് പേഴ്സണിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്, വളരെയധികം അഡിക്റ്റഡ്. അത് സെക്ഷുവലി അഡിക്റ്റഡ് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് തന്നെ അവർക്ക് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഫിസിക്കലി അവർ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ ശരിക്കും അവർ ചീറ്റ് ചെയ്യുകയായിരുന്നു. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങളുടെ വ്യക്തിയുമായിട്ട് മാക്സിമം എൻജോയ് ചെയ്യുക. ഈ ഒരു തേർഡ് പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ളത് ശരിക്കുമുള്ള ഒരു പ്രണയമോ സ്നേഹമോ ആണ് എന്നൊരിക്കലും ഇവിടെ കാണുന്നില്ല. ഈ ഒരു തേർഡ് പേഴ്സണിന് മറ്റ് പല ആൾക്കാരുമായിട്ട് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ കൂട്ടുകാരും ഒത്തുചേർന്ന് നിങ്ങളുടെ വ്യക്തിയെ പലതവണ ചീറ്റ് ചെയ്യുന്നു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിൽ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അവർ ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ യഥാർത്ഥ ക്യാരക്ടർ കണ്ടിട്ടില്ല. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു ആട്ടിൻതോലിട്ട ചെന്നായയാണ് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിനെ വളരെ മോശക്കാരനാക്കിയോ അല്ലെങ്കിൽ ഒരു മോശക്കാരിയാക്കിയോ നിങ്ങൾ പറയുമ്പോഴെല്ലാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുകയും നിങ്ങളെ ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു തേർഡ് പേഴ്സണിനെ ഒരിക്കലും മോശക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു മോശക്കാരി ആക്കിയിട്ടോ നിങ്ങൾ അവരുടെ മുമ്പിൽ പറയുന്നത് കേൾക്കുന്നത് തന്നെ അവർക്കത് സഹിക്കാൻ പറ്റില്ല, ഇഷ്ടമല്ല എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ വ്യക്തി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതും ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു തേർഡ് പേഴ്സണ് തന്നെയാണ് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് തവണ കോണ്ടാക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടാവാം. അവർ നിങ്ങളോട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാകാം.
എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ നാൾ നീണ്ടു നിൽക്കുകയില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ വേരുൾപ്പെടെ അത് നശിക്കുന്നതായിരിക്കും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളോടിപ്പോൾ യൂണിവേഴ്സിന് പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ആ വ്യക്തി ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളെ ഉപേക്ഷിച്ചത്, ഏത് തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ടാണോ നിങ്ങളെ ഉപേക്ഷിച്ചത്, എന്ത് അഡിക്ഷൻ്റെ പേരിലാണോ നിങ്ങളെ ഉപേക്ഷിച്ചത്, അത് അവർക്ക് നീളെ നിൽക്കുകയില്ല. ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി പുറത്ത് വരുന്നതായിരിക്കും. തേർഡ് പേഴ്സൺ എന്നുള്ള ആ ഒരു ക്യാരക്ടർ തന്നെ നിങ്ങളുടെ വ്യക്തി ശരിക്കും ചീറ്റ് ചെയ്യുന്നതായിരിക്കും. അവർ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ എപ്പോഴും അവരുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരിക്കലും അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം ഈ ഒരു തേർഡ് പേഴ്സണിനോടൊത്ത് കിട്ടുകയില്ല. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആ വ്യക്തിയോടുള്ള ആത്മാർത്ഥ പ്രണയം, ആ ഒരു പ്രണയത്തെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സ്നേഹം മാത്രമായിരുന്നില്ല നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്കുണ്ടായിരുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വ്യക്തിയെടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് പോലും നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു 100-ൽ 1 അംശം പോലും മറ്റാർക്കും സ്നേഹിക്കാൻ ആ വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളാ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണ് എന്നുള്ളത് വരുന്ന ഒരു 3 മാസത്തിൽ അല്ലെങ്കിൽ 3 മാസം തൊട്ട് 6 മാസത്തിനുള്ളിൽ അത് മനസ്സിലാകുമെന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞ അത് സത്യം തന്നെയാണ്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ അത്രയും സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് ഒരിക്കലും പണമോ സൗന്ദര്യമോ മറ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവനും ഉണ്ടാകുമെന്ന ആ ഒരു പ്രതീക്ഷയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന പ്രതീക്ഷയിലുമാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥ പ്രണയത്തെ ആ വ്യക്തി ഒരിക്കലും തിരിച്ചറിയാതെ പോവുകയില്ല എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളാണ് സാമ്പത്തികമാണെങ്കിലും എന്ത് തരത്തിലുള്ള സഹായങ്ങളാണെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. അത് ആ വ്യക്തി തിരിച്ചറിയുക തന്നെ ചെയ്യും. ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്താണോ ചെയ്തത്, നിങ്ങളെ എത്രത്തോളം ആ വ്യക്തി ഉപദ്രവിച്ചിട്ടുണ്ടോ, വാക്കുകൾ കൊണ്ടിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ടോ അതിൻ്റെ അപ്പുറം ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തി സഫർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് തിരക്കി നോക്കണം. അവർ എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാൻ സാധിക്കുന്നത് അവർ ചിലപ്പോൾ സന്തോഷമായിട്ട് തന്നെ ആയിരിക്കും ജീവിക്കുന്നത് എന്നാണ്. പക്ഷെ നിങ്ങൾ ഒന്ന് കരുതുക, അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, അവർക്കൊരു കുഴപ്പവുമില്ല എന്ന വാർത്തയാണ് നിങ്ങൾ കേൾക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചോളൂ. 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സന്തോഷം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സിന് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരുടെ അടുത്തും തുറന്ന് നിങ്ങളുടെ സങ്കടമാണെങ്കിലും നിങ്ങളുടെ സന്തോഷമാണെങ്കിലും നിങ്ങൾക്കുണ്ടാവുന്ന നല്ല നല്ല കാര്യങ്ങളാണെങ്കിലും ഭാഗ്യമാണെങ്കിലും നിർഭാഗ്യമാണെങ്കിലും ഒരിക്കലും പറയാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി. കാരണം നിങ്ങളുടെ സന്തോഷം കാണാൻ മറ്റാരും ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ദുഃഖമുണ്ടാവുന്നോ അത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ തന്നെയും നിങ്ങൾ ദുഃഖിക്കുന്ന കാണാനായിരിക്കും അവർക്ക് സന്തോഷം. ഇതൊരു മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. എപ്പോഴും മറ്റാൾക്കാർ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു ആൾക്ക് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും സങ്കടമുണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തമുണ്ടായി എന്നറിയുമ്പോൾ ഒരു 98% ആൾക്കാരും അതിൽ മാനസികമായിട്ട് സന്തോഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഒരിക്കലും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പറയാം,
അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ്റെ അടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, തുറന്ന് പറയുക. ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും നിങ്ങൾക്കൊരു സമാധാനം, നിങ്ങൾക്ക് സങ്കടമാണ് നിങ്ങൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈശ്വരൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്നതായിരിക്കും. മറ്റാരും നിങ്ങളുടെ ഈ ഒരു സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും കേട്ടിരിക്കണമെന്നില്ല. പക്ഷേ ഭഗവാൻ ഇതെല്ലാം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും, എന്ത് സങ്കടമാണെങ്കിലും, എന്ത് സന്തോഷമാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്ത് നല്ല കാര്യങ്ങളാണെങ്കിലും മോശ കാര്യങ്ങളാണെങ്കിലും ഈശ്വരനോട് തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് താങ്ങായിട്ട് ഈശ്വരൻ ഉണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥന അത് ന്യായമാണെങ്കിൽ ഈശ്വരൻ നടത്തി തരുന്നതാണ്. നിങ്ങളുടെ വ്യക്തി, ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഭാര്യയോ ഭർത്താവിനെയോ അല്ല നിങ്ങൾ തട്ടിയെടുത്തത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ന്യായമാണ്, സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെ തിരികെ കൊണ്ട് തരുന്നതായിരിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ സമാധാനത്തോടു കൂടി ഇരിക്കുക, ഈശ്വരനിൽ വിശ്വസിച്ചിരിക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നെ തരുന്നതായിരിക്കും. സമാധാനവും സന്തോഷവുമായിട്ടിരിക്കുക. ഇനി നമുക്കൊരു അഫർമേഷൻ നോക്കാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഫർമേഷനാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു അഫർമേഷനാണ്. ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസിലിരുന്ന്, നല്ല കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ മാത്രം ഇരുന്ന് പറയാൻ ശ്രദ്ധിക്കുക. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫോട്ടോ എടുത്ത് അടുത്ത് വയ്ക്കുക. ഇതാണ് അഫർമേഷൻ. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ എന്നെ വിളിച്ച് ഞാൻ അവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അയച്ചതിന് നന്ദി നന്ദി നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കാൻ സാധിച്ചതിന് നന്ദി. ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും ഞാൻ ആഗ്രഹിച്ച സന്തോഷകരമായ ആ മെസ്സേജ് എനിക്ക് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി. ഞങ്ങൾ പരസ്പരം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരുപാട് നേരം സംസാരിക്കാൻ സാധിച്ചതിന് നന്ദി നന്ദി നന്ദി. ഇനിയും എന്നെ ഇതുപോലെ സ്നേഹപൂർവ്വം എല്ലാ ദിവസവും വിളിച്ച് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇത് വെറും ഒരു നിസ്സാര വാക്കല്ല. ഉറപ്പായിട്ടും നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്നിട്ടാണോ ഈ ഒരു അഫർമേഷൻ പറയുന്നത്, അത്രത്തോളം ഫാസ്റ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇത് നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാം, ഒരു ദിവസം കൊണ്ട് റിസൾട്ട് ലഭിക്കാം, ഒരു മണിക്കൂർ കൊണ്ട് റിസൾട്ട് ലഭിക്കാം, കുറച്ച് ദിവസങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാം. നിങ്ങൾ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് പറയുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അഫർമേഷൻ, റിച്വൽസ്, സ്പെൽ വർക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അത്രയ്ക്കും നിങ്ങളുടെ മനസ്സ് മടുത്ത് ഒരു അസ്വസ്ഥമായിട്ടുള്ളൊരു സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ റീഡിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം ഞാൻ പറഞ്ഞു തരുന്നതാണ്. അല്ലാത്ത പരിഹാരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ വ്യക്തി, നിങ്ങളെ ഉപേക്ഷിച്ച് പോയ നിങ്ങളുടെ വ്യക്തി തിരികെ വരുവാൻ വേണ്ടിയിട്ടുള്ള ഏലസും യന്ത്രവും ബ്രേസ്ലെറ്റ്സും എല്ലാ സംഭവവും ഇവിടെ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം. പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്തു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. ഇതെല്ലാം ഈ പറഞ്ഞ ഏലസ് ആണെങ്കിലും യന്ത്രങ്ങളാണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും നിങ്ങളുടെ പേരും എല്ലാം പറഞ്ഞ് പൂജിച്ച് തയ്യാറാക്കിയിട്ടാണ് നൽകുന്നത്. തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ ആ ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ഉണ്ട്. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ഉണ്ട്, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കരിയർ ബ്രേസ്ലെറ്റ്,
ബ്ലാക്ക് മാജിക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ്, മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് ഇവയെല്ലാം ലഭ്യമാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും കൃത്യമായ റീഡിംഗ് എടുത്തതിന് ശേഷം വേണ്ടുന്ന പരിഹാരവും ചെയ്തു തരുന്നതാണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.